നമസ്കാരം. കാസർഗോഡ് പള്ളിക്കര കല്ലിങ്കാൽ കടപ്പുറത്ത് കുളിക്കാനിറങ്ങുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് 2 യുവാക്കളെ കടലിൽ കാണാതായി. കോട്ടയം സ്വദേശികളായ 4 അംഗ സംഘത്തിലെ അപ്പു ആന്റണി, അങ്കിത് അപ്പൂട്ടി എബ്രഹാം എന്നിവരെയാണ് കാണാതായത്. ഇവർക്കായി കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ഊർജിതമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കോട്ടയം സ്വദേശികളായ 4 പേരാണ് ഇന്ന് വൈകുന്നേരം 5:30 കല്ലിങ്കൽ കടപ്പുറത്ത് എത്തിയത്. 4 പേർക്കും 20 വയസ്സാണ് പ്രായം. ഇവരിൽ 2 പേർ കോട്ടയത്തെ അറ്റ്ലാന്റ ബാറിലെ ജീവനക്കാരും മറ്റു 2 പേർ ഇവരുടെ സുഹൃത്തുക്കളുമാണ്. കടലിൽ കാണാതായ യുവാക്കളിൽ ഒരാൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നതിനാൽ സ്ഥലം പരിചയമുണ്ടായിരുന്നു. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം ഈ തീരത്തെത്തിയത്. ബീച്ചിലെത്തിയ ശേഷം സംഘത്തിലെ ഒരാൾ കടൽ തീരത്ത് തന്നെ ഉറങ്ങാൻ കിടന്നിരുന്നു. ബാക്കി 3 പേർ തീരത്ത് പാട്ടുവെച്ച് നൃത്തം ചെയ്ത ശേഷമാണ് കടലിലേക്ക് ഇറങ്ങിയത്. ഇതിൽ ഒരാൾ തീരത്തിരിക്കുകയും അപ്പു ആന്റണിയും അങ്കിത് അപ്പൂട്ടി എബ്രഹാമും വെള്ളത്തിലിറങ്ങിയുമായിരുന്നു. ഈ സമയത്താണ് ശക്തമായ തിരമാല വന്ന് 2 പേരും കടലിലകപ്പെട്ടതെന്ന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പോലീസിന് മൊഴി നൽകി. ആകെയുണ്ടായിരുന്ന 4 പേരിൽ 2 പേർ സുരക്ഷിതരാണ്. അതേസമയം അപകടം നടന്ന തീരത്തിന്റെ സമീപത്ത് നിന്ന് മാരക മയക്കുമരുന്നായ MDMA അടങ്ങിയ ഒരു പാക്കറ്റ് കൂടി കണ്ടെടുത്തതായി സൂചനയുണ്ട്. എന്നാൽ ഇവരുടെ പക്കൽ നിന്ന് നേരിട്ടാണോ ഇത് കണ്ടെത്തിയത് എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല. യുവാക്കൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അപകട വിവരം അറിഞ്ഞ് ബേക്കൽ പോലീസും കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഒഴുക്കിൽപ്പെട്ടവർ കാഞ്ഞങ്ങാട്, നീലേശ്വരം, തൈക്കടപ്പുറം ഭാഗങ്ങളിലേക്ക് ഒഴുകിപ്പോകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്.